പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മകളെക്കുറിച്ചിട്ടാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മകളൊരു സാധാരണക്കാരിയല്ല. ആ മകൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ്. അതിന് കുറച്ചു കാലം മുമ്പ് നമ്മൾ വേറൊരു മകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെക്കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു 1.5 മാസക്കാലമായി നമ്മൾ വീണ വിജയനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ചർച്ച അടുത്ത ദിവസങ്ങളിലൊന്നും ആ ചർച്ച അവസാനിക്കും എന്ന് ആരും കരുതുന്നില്ല. ആ ചർച്ച അതിലേക്ക് കൂടുതൽ ചർച്ചകൾ കേന്ദ്രീകരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാനൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മകളെക്കുറിച്ചിട്ടല്ല. അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പറയുന്ന ആ മകളെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊരു മകളെക്കുറിച്ചിട്ടാണ്. ആ മകളും ഒരു സാധാരണക്കാരിയല്ല എന്ന് വെച്ചാൽ ആ മകളുടെ പ്രാധാന്യം കൊണ്ടല്ല, ആ മകളുടെ അച്ഛൻ്റെ പ്രാധാന്യം കൊണ്ട്. ആ മകളുടെ പേർ VV ആഷ എന്നാണ്. VV ആഷ എന്ന് പറയുന്നത് വേലിക്കകത്ത് വസുമതി ആഷ എന്നാണ് ആ മകളുടെ പേര്. ആ മകള് ഒരു PhD കാരിയാണ്, ഒരു ശാസ്ത്രജ്ഞയായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സീനിയർ ശാസ്ത്രജ്ഞയാണ് VV ആഷ. ആ VV ആഷ എന്ന് പറഞ്ഞ ആ ശാസ്ത്രജ്ഞയെക്കുറിച്ച് നിങ്ങൾ അധികമൊന്നും കേട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം അവരുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും പിന്നെ വന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അവർ കേരളത്തിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ലെജൻഡറി ലീഡറായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകളാണ്. അവരിപ്പോൾ റിട്ടയർ ചെയ്തൊരു വീട്ടമ്മയായി ഇരിക്കുകയാണ്. അവരുടെ ഭർത്താവ് ഒരു പ്രശസ്തനായിട്ടൊരു സർജനാണ്. അതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാം. അപ്പോൾ ഈ VV ആഷ എന്ന് പറയുന്ന ഈ വേലിക്കകത്ത് വസുമതി ആഷ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും. കാരണം വേലിക്കകത്ത് എന്നുള്ള ആ വീട് വളരെ പ്രശസ്തമായൊരു വീടാണല്ലോ. വസുമതി എന്ന് പറയുന്നത് ഞങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആളുകൾക്ക് ഇതാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്, വേലിക്കകത്ത് വസുമതി ആഷ എന്ന് പറയുന്നത് മഹാനായ VS അച്യുതാനന്ദൻ്റെ മൂത്ത മകൾ ആണ് എന്നാണ്. ആ മകളെക്കുറിച്ചിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉള്ളത്. ഞാൻ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ഈ ആശയുമായിട്ട് സജീവമായിട്ട് സഹകരിച്ച് പോന്നിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം ആഷ ശാസ്ത്രജ്ഞയായിട്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തുടർന്നത്. പിന്നെ വലിയ ബന്ധങ്ങളൊന്നും എനിക്ക് ആശയുമായിട്ട് ഒന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി. ഞാനേതാണ്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ പോയിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി 92 വയസ്സുകാരിയായിട്ടുള്ള നബീസ ഉമ്മ താമസിക്കുന്നത് വളഞ്ഞവഴി എന്ന സ്ഥലത്താണ്. ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ജയനാഥ് എന്ന് പറയുന്ന VSൻ്റെ എക്കാലത്തെയും ഏറ്റവും അടുത്ത സന്തത സഹചാരിയും VS ഭരണപരിഷ്കാര കമ്മീഷനിൽ ചെയർമാനായിരുന്നപ്പോൾ അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ആയിരുന്ന P ജയനാഥുമായി ബന്ധപ്പെടാനിടയായി. സുഹൃത്തുക്കളെ, ആ ജയനാഥുമായി ബന്ധപ്പെടാനിടയായപ്പോൾ ജയനാഥ് എന്നോട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഞാനിങ്ങനെ ജയനാഥുമായി സംസാരിച്ചിട്ടുണ്ടപ്പോൾ VSനെ കുറിച്ചിട്ട് പറഞ്ഞു. കാരണം ഞാൻ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നപ്പോൾ VSൻ്റെ വീടൊന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വന്ന് ഞങ്ങളുടെ ചർച്ചകൾ ഇങ്ങനെ കാട് കയറി പോയതിൻ്റെ ഇടയിൽ എന്നോട് ജയനാഥ് പറഞ്ഞു, ഷാജഹാൻ, ഈ VV ആഷ എന്ന് പറഞ്ഞ VSൻ്റെ മൂത്ത മകൾ VS മുഖ്യമന്ത്രിയായിരുന്ന 2006-2011 കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും VSൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടില്ല എന്ന് ജയനാഥനോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് തീർത്തും അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന VSൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് VSൻ്റെ മൂത്ത മകൾ ആഷ അവിടെ താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ഞാൻ ജയനാഥനോട് ചോദിച്ചു. അപ്പോൾ ജയനാഥ് പറഞ്ഞു, VSന് 100 വയസ്സായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മലയാളം വാരികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ ഞാൻ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജയനാഥ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ജയനാഥ് പിന്നീട് ആ ലേഖനത്തിൽ ജയനാഥ് പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതും കൂടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ VSൻ്റെ മൂത്ത മകൾ VV ആഷയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പൊതുമണ്ഡലത്തോട് പറയണം, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്നെനിക്ക് തോന്നിയത്. സുഹൃത്തുക്കളെ, VS ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന 5 വർഷക്കാലവും VSൻ്റെ മൂത്ത മകൾ
ഒരു രാത്രി പോലും വി എസിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നില്ല എന്നുള്ള വിവരം കിട്ടുന്നത്. എങ്ങനെയാണ് നമ്മൾ ഞെട്ടാതിരിക്കുന്നത്? ഇനി വി എസിൻ്റെ മകളുടെ ഭർത്താവിനെക്കുറിച്ചും ചില കാര്യങ്ങൾ എനിക്കൊന്നുണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. ഡോക്ടർ തങ്കരാജ് യൂറോളജിയുമായി ബന്ധപ്പെട്ട സർജനാണ്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. വളരെ ഈ പറഞ്ഞ പോലെ ജനകീയനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം വി എസിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള വസുമതി സിസ്റ്റർ, ആ സിസ്റ്ററിൻ്റെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ മകനാണ് എന്നാണ് ജയനാഥനോട് പറഞ്ഞത്. വസുമതി സിസ്റ്റർ ഹെഡ് നഴ്സായിട്ട് 1992 റിട്ടയർ ചെയ്തു. ആ വസുമതി സിസ്റ്ററിൻ്റെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ മകനായി വളരെ ദരിദ്രമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന MBBS പാസ്സായ ഒരാളാണ് ഡോക്ടർ തങ്കരാജ്. മങ്കൊമ്പ് സ്വദേശിയാണ്. അപ്പോൾ അവരെ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് അവരെ ജീവിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു മകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ മകളുടെ അവസ്ഥ എന്താ? ആ മകള് അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് മാത്രമല്ല, അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട്, അച്ഛൻ്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കടുത്ത അഴിമതിയും നടത്തുകയാണ് അവർ എന്നുള്ളതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ബെൻസ് കാറിലാണ് 10 വർഷം മുമ്പ് മുതൽ തന്നെ സഞ്ചരിക്കുന്നതെന്ന് എന്നോടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അച്ഛൻ്റെ സ്വാധീനവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ബെൻസ് കാറിൽ വിരാജിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കഥകൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കഥകളെക്കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അവരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. അവർ എഞ്ചിനീയറിംഗിന് പഠിച്ചത് തന്നെ മാതാമൃതാനന്ദയുടെ കോയമ്പത്തൂരിലെ കോളേജിൽ പ്രവേശന പരീക്ഷ എഴുതാതെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ്. അവിടുന്ന് അത് കഴിഞ്ഞ ഉടനെ തന്നെ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവർ കയറുന്നു. അതിനുശേഷം അവർ എക്സാലോജിക്ക് കമ്പനി തുടങ്ങുന്നു. അവിടുന്ന് ദുരൂഹമായിട്ടുള്ള ഒരുപാട് പണം അതിനകത്തൂടെ സമ്പാദിക്കുന്നു. ഇപ്പോഴത്തെ അവർക്കെതിരെ SFIOയുടെ അന്വേഷണം നടക്കുന്നു. അവർ വിവാഹം ചെയ്ത ആൾ പിന്നീട് മന്ത്രിയായി. അപ്പോൾ അധികാരത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിൽ, അധികാരത്തിൻ്റെ ശീതള ഛായയിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വിരാജിക്കുമ്പോൾ, മഹാനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ദിവസം പോലും താമസിക്കാതിരുന്ന ഒരാളായിരുന്നു അച്യുതാനന്ദൻ്റെ മൂത്ത മകൾ VV ആഷ എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് സുഹൃത്തുക്കളെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ജയനാഥനോട് വേറൊരു ചില കാര്യങ്ങളും പറഞ്ഞു. ജയനാഥിൻ്റെ കൂടെ ഒരിക്കൽ ഈ ആഷ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ പോയിരുന്നുവെന്ന്. അന്ന് മേഴ്സിക്കുട്ടിയമ്മ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഫിഷറീസ് മന്ത്രിയായിരുന്നു. ആ മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ ഈ പുതിയ ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരത്തിലേക്ക് ജയനാഥിനോടൊപ്പം ആഷ പോവുകയുണ്ടായി എന്നാണ് എന്നോട് ജയനാഥ്. അവിടെ വെച്ച് ആഷ പറഞ്ഞു എന്നാണ് ജയനാഥനോട് പറഞ്ഞത്. ആ നിയമസഭാ മന്ദിരത്തിൽ ആദ്യമായിട്ടാണ് താൻ കാലുകുത്തുന്നത് എന്ന് പറഞ്ഞാൽ VS മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലത്തും VSൻ്റെ മൂത്ത മകൾ ആഷ ആ നിയമസഭാ മന്ദിരത്തിലേക്ക് പോലും പോയിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്നോട് ജയനാഥ് പറഞ്ഞത്. അപ്പോൾ ഈ VV ആഷ, VS അച്യുതാനന്ദൻ്റെ മകൾ VV ആഷയും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അജഗജാന്തരമാണ്. 2 ധ്രുവങ്ങളിലാണ് അവർ നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ജീവിക്കുകയും അഴിമതി നടത്തുകയും ചെയ്യുമ്പോൾ, സ്വന്തം അച്ഛൻ്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിശബ്ദയായി തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്ന VS അച്യുതാനന്ദൻ്റെ മകൾ VV ആഷ. ഈ 2 മക്കളും ഇന്ന് കേരളത്തിൽ ജീവിക്കുകയാണ്. വീണ വിജയൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയൻ നാളെ ജയിലിൽ പോകുമോ, ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ VV ആഷയോ അവർ വളരെ നിശബ്ദമായിട്ടുള്ള ജീവിതം അവർ നയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 വനിതകളെയും ഒന്ന് കമ്പയർ ചെയ്യാനും ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. അത് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴായിരുന്നു എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ 2 മക്കളെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്.